ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് 2 ലിറ്റർ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗുഡ് ലൈഫിൻ്റെ 2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബ്രെഡ് പൊടിക്കുന്നതിൻ്റെ മുമ്പ് ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ആ ബ്രൗൺ കളർ പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. എന്നിട്ട് ഇത് പാലിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയുടെ ഒരു അളവ് നമുക്ക് പറയാൻ കഴിയില്ല. മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ലിറ്റർ പാലിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തു. ഞാനിപ്പോൾ പാന് അടുപ്പിൽ വെച്ചിട്ടില്ല, പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം അടുപ്പിൽ വെക്കാൻ. ഇനി നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളൊരു 40 ഗ്രാം ചൈന ഗ്രാസാണ് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാന് അടുപ്പിൽ വെച്ച് കത്തിക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചൈന ഗ്രാസ് ആ സോക്ക് ചെയ്യാൻ വെച്ച വെള്ളത്തോടെ തന്നെ വേണം മറ്റൊരടുപ്പിൽ അതും നമ്മൾ ഒന്ന് മെൽറ്റാക്കുകയാണ്. അപ്പോൾ ഒരടുപ്പിൽ നമ്മുടെ പാൽ ഇവിടെ കിടന്ന് തിളക്കും. അതിൻ്റെ കൂടെ തന്നെ മറ്റേ അടുപ്പിൽ നമ്മുടെ ചൈന ഗ്രാസും ഒന്ന് തിളക്കട്ടെ. ചൈന ഗ്രാസ് ഒരു ലിക്വിഡ് ഫോമിലേക്ക് വരണം കേട്ടോ. പിന്നെ നമ്മൾ പാല് എപ്പോഴും പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഏത് പുഡിങ്ങിനായാലും ശരി പാല് നന്നായിട്ട് തിളച്ച് മറിയണ ഒരു കണ്ടീഷനിലേക്ക് എത്തരുത്. നന്നായിട്ട് ചൂടാവുകയാണ് വേണ്ടത്. തിളച്ച് മറിഞ്ഞ് പോകരുത് എന്നല്ല, ഒരിക്കലും തിളച്ച് മറിയരുത്. നന്നായിട്ട് ചൂടായി വരിക, അതാണ് നമ്മുടെ പുഡിങ്ങിന് വേണ്ടത്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് പഞ്ചസാര വേണമെന്നൊന്നുമില്ല. അതല്ല, മിൽക്ക് മെയ്ഡ് വേണ്ടാതെ പഞ്ചസാര മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഏലക്കായൊക്കെ ഇതിൽ പൊടിച്ചിടാം. ഞാനിപ്പോൾ അതൊന്നും ഈ ഒരു പുഡിങ്ങിൽ ചെയ്യുന്നില്ല. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ 2 ലിറ്റർ പാലാണ് നമ്മുടെ പാനിൽ, അത് കരിഞ്ഞ് പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ലിക്വിഡ് ഫോമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലും ചൈന ഗ്രാസും ഒരേ ചൂടായിരിക്കണം നമ്മൾ പാലിലേക്ക് ഇത് മിക്സ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും രണ്ടും ഒരേ ചൂടല്ലെങ്കിൽ ചില സമയത്തെങ്കിലും നമ്മുടെ ഈ പാലൊന്ന് പിരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ വരാതിരിക്കാനാണ് രണ്ടും ഒരേ ടെമ്പറേച്ചറിലിരിക്കുമ്പോൾ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. അത് നമ്മുടെ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തിട്ട് വെക്കുക. തിളക്കുന്നതിന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിവിടെ സെയിലാക്കുന്ന പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ 2 ട്രേയിലേക്ക് ഒഴിച്ചിട്ട് അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതിവിടെ വീട്ടിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ബൗളിലേക്ക് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഡെക്കറേഷൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നെയ്യും ഓയിലും കൂടി, മിൽമയുടെ നെയ്യും ഓയിലും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ വറുത്തെടുത്തതാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വെച്ചെടുത്തിട്ട് കാണാനൊരു ഭംഗിയാണ്, അതെടുത്ത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ നട്ട്സ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.